പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. സന്തോഷമായിരിക്കുന്നുവോ? ഈ സ്ഥലം കണ്ടിട്ടെങ്കിലും നിങ്ങൾ സന്തോഷിക്കണം, അല്ലേ? നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? പുറകിൽ നിങ്ങൾക്ക് കാണാമല്ലോ, മഞ്ഞിൽ മൂടിയിരിക്കുന്ന മനോഹരമായ ഒരു മലനിരയാണിത്. ഇതെവിടെയാണ് എന്ന് വിചാരിക്കുകയാണോ? യൂറോപ്പില് ഓസ്ട്രിയ എന്നൊരു നാടുണ്ട്, അല്ലേ? വളരെ ചെറിയ നാടാണ്, പക്ഷേ കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കുന്നു. ആൽപ്സ് മല പുറകിൽ കാണുന്നില്ലേ? ആൽപ്സ് മല. ഈ മലയുടെ ശിഖരത്തിൽ കണ്ടോ മഞ്ഞ് മൂടിക്കിടക്കുന്നത്? കണ്ടോ? ഇത് വേനൽക്കാലമാണത്രേ. പക്ഷേ വേനൽക്കാലത്തും ഇവിടെ മഞ്ഞ് വീണ് പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കട്ടിയുള്ള മഞ്ഞ് കാണുന്നില്ലേ? സ്നോ വീഴുന്നത് കൊണ്ട് ഭയങ്കര തണുപ്പാണ്. ശീതമുള്ള കാലാവസ്ഥ, എപ്പോഴും തണുത്ത് വിറച്ചുകൊണ്ടേയിരിക്കുന്നു. അത്രയ്ക്ക് തണുപ്പുള്ളൊരു സ്ഥലമാണിത്. കാഴ്ചയ്ക്ക് മനോഹരവും കണ്ണിന് കുളിർമയും തരുന്ന സ്ഥലമാണിത്. ശരി, ഈ ദിവസം ദൈവം നിങ്ങൾക്കൊരു ഉപദേശം തരുന്നു. അതെന്താണെന്നറിയാമോ? 1 തിമോത്തിയോസ് 5-ാം അധ്യായം 22-ാം വാക്യം. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. എന്റെ മകനെ, എന്റെ മകളെ, നിന്നെ നിർമ്മലനായി കാത്തുകൊള്ളണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും ഒരു പാപത്തിനും ഇടം കൊടുക്കാതെ നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തുകൊള്ളണം. ലോകം പാപത്തെ അംഗീകരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. വിവാഹത്തിനു മുൻപ് ആണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നത് തെറ്റല്ല എന്നൊരു മനസ്ഥിതിയിലേക്ക് ലോകം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് റമ്മ് കുടിച്ചാൽ എന്താ? അത് ശരീരത്തിന് നല്ലതാണ്. സ്ത്രീകളും കുടുംബത്തോടൊപ്പം കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പാപത്തെക്കുറിച്ചുള്ള ബോധമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മക്കൾ കുടിച്ചാൽ, ഈ വയസ്സിലവർ കുടിച്ചാൽ എന്താ? സന്തോഷിക്കട്ടെ എന്ന് മാതാപിതാക്കൾ പാപത്തെ ലഘുവായി കരുതുന്നൊരു കാലത്തിലാണ് നമ്മൾ. അപ്പോൾ ഈ ലോകത്ത് കൈക്കൂലി വാങ്ങുന്നവര്, ആരാണ് കൈക്കൂലി വാങ്ങാത്തത് എന്ന് ജനങ്ങളുടെ മനസ്സിലും അത് സ്വീകരിക്കുന്ന ഒരു മനോഭാവം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ദൈവം വെറുക്കുന്ന പാപങ്ങൾ ഈ ലോകത്തിലുള്ളവർ സ്വീകരിക്കുന്ന മനോഭാവം ഉണ്ടായിരിക്കുന്നതായി കാണാം. എന്നാൽ ഞാനും നിങ്ങളും അങ്ങനെ ഉണ്ടാവരുത്. നാം ദൈവത്തിന്റെ മക്കളാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കണം. ഈ ലോകം ശരിയാണെന്ന് പറയുന്നത് നാം ശരിയാണെന്ന് ഏറ്റെടുക്കാൻ പാടില്ല. ദൈവം ശരിയാണെന്ന് പറയുന്നത് മാത്രമേ നാം ശരിയാണെന്ന് സ്വീകരിക്കാവൂ. നിന്നെ നിർമ്മലതയോടെ കാത്തുകൊൾ എന്ന് കർത്താവ് പറയുന്നു. പാപം നിറഞ്ഞ ലോകം, അനീതിയുള്ള ലോകം, പാപത്തെ അംഗീകരിക്കുന്ന, അനീതിയെ സ്വീകരിക്കുന്ന ലോകം. പക്ഷേ നാം വ്യത്യസ്തരായിരിക്കണം. നമ്മെ വിളിച്ച ദൈവം വിശുദ്ധനും നീതിമാനുമാകുന്നു. നാം കർത്താവിന് തക്ക വിശുദ്ധിയോടെ ജീവിക്കണം. വസിക്കുന്ന സ്ഥലം, ജോലി ചെയ്യുന്ന സ്ഥലം, പഠിക്കുന്ന സ്ഥലം, എവിടെയാണെങ്കിലും നാം വ്യത്യസ്തരാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഞാൻ ഈ ലോകത്തിലുള്ളവനല്ലാത്തതുപോലെ നിങ്ങളും ഈ ലോകത്തുള്ളവരാവരുത് എന്ന് യേശു പറഞ്ഞിട്ടില്ലേ? അതിനാൽ ലോകരെ പോലെ നാം ജീവിക്കാൻ പാടില്ല. ഞാൻ ദൈവത്തിന്റെ പൈതലായി ദൈവത്തിന് തക്ക വിശുദ്ധി എന്റെ ഉള്ളിൽ കാണണമെന്ന് വിശുദ്ധിയോടെ നമ്മെ കാക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കണം. സ്വന്തം ബലം കൊണ്ട് നമ്മെ കാക്കുവാൻ സാധിക്കില്ല. അതിന് ദൈവത്തെ ആശ്രയിക്കണം. ഞാൻ നിന്നെ കാത്തുകൊള്ളുമെന്ന് ദൈവം പറയുന്നു. ഞാൻ നിന്റെ ആത്മാവിനെ കാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിനെ ആശ്രയിച്ച്, യേശുവേ എന്നെ കാക്കണമേ, ഇന്ന് ഞാൻ പാപം ചെയ്യാതിരിക്കാൻ, പരിശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. യേശുവേ, ഞാൻ ശുദ്ധിയുള്ളവനായിരിക്കണം, വിശുദ്ധിയുള്ളവനായിരിക്കണം, എന്നെ കാക്കുവാൻ സഹായിക്കണേ എന്ന് ചോദിച്ചാൽ മതി. അതിനാണ് ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇത്രയും കാലം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് വേദപുസ്തകം ധ്യാനിച്ച് ഇന്നെന്നെ വിശുദ്ധിയോടെ കാത്തുകൊള്ളണമേ, കൃപ കാണിക്കണേ, സഹായിക്കണേ എന്ന് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നു. യേശു നമ്മെ കാക്കുന്ന ദൈവമാണ്. ആ വാഞ്ഛയും ആഗ്രഹവും നമുക്കുണ്ടായിരിക്കണം. പറയുമോ? ദൈവമേ, യേശുവേ, അങ്ങ് വിശുദ്ധിയുള്ളവനായിരിക്കുന്നത് പോലെ ഞാനും എന്റെ നടത്തത്തിലെല്ലാം വിശുദ്ധിയുള്ളവനായിരിക്കണം. വിശുദ്ധിയോടെ കാത്തുകൊള്ളാനുള്ള കൃപ എനിക്ക് തരയണമേ. അങ്ങെന്നെ കാത്തു സൂക്ഷിച്ച് നടത്തണമേ. എന്നെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ